ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനു വ്ളോഗ് 82 മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സമയം ഏകദേശം 9 മണിയായി. ഞങ്ങളിപ്പം വാളകത്തുനിന്ന് നേരെ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയൊക്കെ ഒന്ന് കാണണം, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പരുമല പള്ളിയിലൊക്കെ ഒന്ന് കയറണം. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു പ്ലാന്. അപ്പം നല്ല മഴയുണ്ട്, പിന്നെ റോഡൊക്കെ ഓക്കെ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഏകദേശം 2.25 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞാനും സീനിയർ മക്കളും മമ്മിയൊക്കെ ഉണ്ട്. മമ്മി ആദ്യമായിട്ടാണ് പുതുപ്പള്ളിയിലൊക്കെ പോകണത് കേട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞങ്ങളെ പുതുപ്പള്ളി വിശേഷങ്ങളും പരുമല വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്, ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടായിരിക്കും എടുക്കുന്നത്. ആദ്യം ഞങ്ങൾ പോകുന്നത് പുതുപ്പള്ളിയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളങ്ങനെ കൊട്ടാരക്കരയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 78 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 28 കിലോമീറ്റർ ഓടി എത്താൻ വേണ്ടി നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം സമയം വേണം. ഏനാത്ത് പുതിയ പാലം, പഴയ പാലം ഓർഡർ പഴയ പാലം പൊളിച്ചിളങ്ങുന്നു തോന്നുന്നു. പണ്ട് എനിക്ക് ഏകദേശം 5-6 കൊല്ലം മുൻപ് ഈ വെള്ളപ്പൊക്കത്തിൽ ഈ പഴയ പാലത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ നേതൃത്വത്തിൽ മറ്റേ ഇരുമ്പ് പാലം വെച്ചായിരുന്നു ടെമ്പററി ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പുതിയ പാലം നിർമ്മിച്ചത്. ഇതാണ് നമ്മുടെ അടൂര് ബൈപ്പാസ്. അടൂര് ജംഗ്ഷനിൽ ടച്ച് ചെയ്യാതെ നമുക്ക് നേരെ കോട്ടയം ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി, കായംകുളം കരുനാഗപ്പള്ളിയിലേക്കൊക്കെ നമുക്ക് ഈ വഴിക്ക് പോകാൻ സാധിക്കും. വൈകിട്ടത്തെ കോളിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കുള്ളൊരു ഏരിയയാണ്. ഈ ലോങ് ട്രിപ്പൊക്കെ പോണ ആൾക്കാരൊക്കെ പിന്നെ ഈ ഇവിടെയൊക്കെ വന്നിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. വൈകിട്ട് ഭയങ്കര ഒരു ബിസിനസ് ഹബ്ബാണ്. ഇതുപോലെ വികസിച്ച മറ്റൊരു പിന്നെന്താണ് ബൈപ്പാസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ അടൂരിന്ന് പന്തളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം പുതുപ്പള്ളിയിലേക്ക് 50 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 1 മണിക്കൂർ 22 മിനിറ്റാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കുകളില്ല. മഴയും ഒന്ന് തോന്നി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് പന്തളം, വളരെ പ്രസിദ്ധമായ ഫേമസ് ആയിട്ടുള്ള പന്തളം NSS കോളേജ്. ഇവിടെ തന്നെ +2ഉം അതുപോലെ തന്നെ എല്ലാ ഡിഗ്രി കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോണ വഴിക്ക് ഞങ്ങളന്ന് ഈ പന്തളം ജംഗ്ഷനിൽ കയറിയിട്ടൊരു ചെരുപ്പ് നോക്കാതെ വരും. എൻ്റെ ചെരുപ്പ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ചെങ്ങന്നൂർ എത്തുന്നതിന് മുൻപ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കുറേ ആര്യാസ് ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷെ അവിടെ എങ്ങും ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ചെങ്ങന്നൂർ എത്തുന്നതിന് മുൻപുള്ളൊരു ഫാസ്റ്റ് ഫുഡ് കടയിലേക്ക് കയറുവാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കോട്ടയത്തേക്ക് പോകും. നമ്മൾ ചെങ്ങന്നൂർ എത്താറായപ്പോഴത്തേക്കൊരു ഹോട്ടലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഞാൻ ദോശയും സാമ്പാറും ചട്നിയാണ് പറഞ്ഞത്. പിന്നെ വേറെ നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെങ്ങന്നൂർ എത്തുന്നതിന് മുൻപ് ഒരു ഫാസ്റ്റ് ഫുഡ് ടീ ഷോപ്പിൽ കയറിയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ചൂട് ദോശയും ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ കഴിച്ചു നേരെ ചെങ്ങന്നൂരിലേക്ക് പോവുകയാണ്. രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് കാണും. ഇപ്പോൾ ചാണ്ടി ഉമ്മനെയൊക്കെ ഒന്ന് കാണണമെന്നുള്ള വിചാരത്തിലായിരുന്നു പോയത്. ഇനി അത് നടക്കുമെന്ന് തോന്നില്ല. നമ്മൾ ചെങ്ങന്നൂർ ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് നമുക്ക് ഇത്തിരി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാന്നാറ് പരുമല പോകും. നേരെ പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി കോട്ടയം. അപ്പോൾ ഇവിടുന്ന് കോട്ടയം ഏകദേശം 35 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മുടെ ചെങ്ങന്നൂർ ടൗൺ ഇതാണ്. ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തൊന്നും നമ്മുടെ മഴവെള്ളമൊന്നും എഫക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതാണ് മാവേലിക്കര. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മാന്നാറ്, പിന്നെ അതുപോലെ തന്നെ പരുമല, മാവേലിക്കരയൊക്കെ പോകുന്നത് ഇടത്തോട്ടാണ്. നമ്മൾ ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരു ട്രാഫിക്കാണ്. ഏകദേശം 1/2 മണിക്കൂറോളമായി, 36 മിനിറ്റായി. ഇപ്പോഴും 2 കിലോമീറ്റർ കഷ്ടി ഇതുവരെ പോയിട്ടില്ല.
അപ്പോൾ പിന്നെ നല്ല ട്രാഫിക്കാണ്. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് റോഡിൽ എവിടെയോ വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അത് കാരണം വണ്ടി അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും ട്രാഫിക്ക്. ഞാൻ അതിൻ്റെ ഒരു മുൻഭാഗം കാണിച്ചത് ഏകദേശം ഒരു 600 മീറ്ററോളം നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയൊരു ട്രാഫിക്കാണ് കിടക്കുന്നത്. നമ്മൾ തിരുവല്ല എത്താറായി. തിരുവല്ലയിലെ ഈ നിങ്ങൾക്ക് മെയിൻ റോഡ് ഒഴിച്ചിട്ട് പോക്കറ്റ് റോഡുകൾ മൊത്തം കാണുമ്പോൾ അറിയാം അത്രയും വെള്ളം കെട്ടിയിരിക്കുവാണ്. നല്ല ഫ്ലഡ് ആയിട്ടുണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ ഹലോ വീട് ഫുള്ള് വെള്ളത്തിലാണ്. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ തിരുവല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഒരു ബ്ലോക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസണ്. ഇപ്പോൾ റോഡ് ഏകദേശം ഒരു 1.5 അടി പൊക്കത്തിൽ വെള്ളം, 1.5 അടി 2 അടി പൊക്കത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പുതുപ്പള്ളി യാത്രയിൽ കണ്ട ഭയാനമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്കും ഇടയ്ക്കാണ് ഈ ഒരു ബ്ലോക്ക് കാണുവാനിടയത്. ചെങ്ങന്നൂരിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് കാണുവാനിടയായി. ആ ഒരു ട്രാഫിക് ബ്ലോക്ക് ഏകദേശം 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറോളം എടുത്ത് ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ഭാഗത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതിനു മുൻപ് ഞങ്ങൾ അറിഞ്ഞ റോഡിൽ വെള്ളക്കെട്ട് രൂപം കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. മണിമല ആറിൽ നിന്നും പമ്പയാറിൽ നിന്നുള്ള വെള്ളം കരകവിഞ്ഞൊഴുകിയിട്ട് ഈ റാന്നി, കോന്നി, എരുമേലി, പത്തനംതിട്ട, ചെങ്ങന്നൂർ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങി. 2-3 ദിവസമായിട്ട് കേരളത്തിൽ കണ്ടിന്യൂസായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ നിന്ന് രൂപപ്പെട്ട ഒരു വെള്ളക്കെട്ടാണിത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ 2 ഭാഗത്തും കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനകത്തായി. ഈ വീടുകളിലൊക്കെ താമസിക്കുന്ന താമസക്കാരെയൊക്കെ മറ്റു ക്യാമ്പുകളിലൊക്കെ മാറ്റി. അത്രയും നാശനഷ്ടം വിധിച്ചൊരു മഴയായിരുന്നു ഈ 2-3 ദിവസം കൊണ്ട് കേരളത്തിലുണ്ടായത്. ഈ 2-3 ദിവസത്തെ മഴയിൽ തന്നെ ഇത്രമാത്രം വെള്ളക്കെട്ടാണ് കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത്. 2018 ഇതുപോലൊരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഒരു മഴക്കെടുതി നമ്മളെ കേരളത്തിലുണ്ടായത്. അതിനുശേഷം വീണ്ടും 2026 ഇതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി പമ്പയാറും മണിമലയാറൊക്കെ കരകവിഞ്ഞൊഴുകി ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ റോഡിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 2 അടിയോളം പൊക്കത്തിലാണ് ഈ വെള്ളക്കെട്ട് കാണുന്നത്. ഞാൻ വളരെ പേടിയോടാണ് ഈ വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിച്ചു പോയത്. കാരണം ഒരുപാട് വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ റിക്കവറി വാനുകളൊക്കെ വണ്ടി പിക്ക് ചെയ്ത് കൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയൊക്കെ വലിയൊരു ഹെൽപ്പായിരുന്നു ഈ ഒരു റോഡിൻ്റെ 2 ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഒരുപാട് വാഹനങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ വാഹനം ഈ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത്, വെള്ളത്തിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളും വാഹനം പെട്ടെന്ന് തന്നെ റോഡിൽ നിന്ന് മാറ്റുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ആ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലെ ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കുകയും മറ്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു കണക്കിന് ഞങ്ങൾ ആ വെള്ളക്കെട്ടൊക്കെ താണ്ടി തിരുവല്ല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടക്കുന്ന വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അത്രമാത്രം വലിയൊരു ക്യൂ ആണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയാണ് ഈ വാഹനങ്ങളൊക്കെ. ഇവരൊക്കെ പന്തളം, ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോകാൻ കിടക്കുന്ന വാഹനങ്ങളാണ്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയൊരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറും. അടുത്തൊരു വീഡിയോയിൽ ഞങ്ങളുടെ പുതുപ്പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ പുതുപ്പള്ളി കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.